ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന സാക്ഷി എന്നാന്ന് വെച്ചാൽ എനിക്ക് UK NHS വർക്ക് വിസ കിട്ടിയതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ പറയുന്നത്. പറഞ്ഞു ഞാൻ കെയർ ഹോമിലെല്ലാം ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, എല്ലാവരും എനിക്ക് ജോലി തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ആരും എനിക്ക് വിസ തരാമെന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞ് ഏജൻസികളെ മുട്ടി നോക്കി, അവരൊക്കെ ആണെങ്കിൽ 10-20 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതുമാത്രമല്ല അവിടുത്തെ പുതിയ നിയമം വെച്ചിട്ടാണെങ്കിൽ 3 മാസം നമ്മൾ ഒരാ എംപ്ലോയറുടെ അടിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ വിസ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്കാണെങ്കിൽ കറക്റ്റ് 3 മാസമേ ഉള്ളൂ. അതാണെങ്കിൽ ഇപ്പോൾ ഒക്ടോബർ മാസം കഴിയുകയും ചെയ്തു, ഇനിയിപ്പം 2 മാസവും കൂടെ ഉള്ളൂ. അപ്പം അവർ ഏജൻസിക്കാർ പോലും റെഡി ആകുന്നില്ല. ഒരു ഏജൻസി പറഞ്ഞു, നീ നിൻ്റെ റിസ്കിൽ ഒരു FLR അടിച്ച് വിസയൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ FLR അടിച്ചെടുക്കണമെങ്കിൽ തന്നെ അതിന് ഒരു 5 ലക്ഷം രൂപ ചിലവാണ്. അതല്ലാതെ വിസയ്ക്ക് പിന്നെ ഞാൻ ഒരു 10-15 ലക്ഷം രൂപ കൊടുക്കണം. വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മമ്മി ഒരു 10-22 ലക്ഷം രൂപയാവും ഇതിങ്ങനെ വിസ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണം, ഒന്നാമത് എഡ്യൂക്കേഷൻ ലോൺ അടച്ചങ്ങോട്ട് തീർത്തേ ഉള്ളൂ, ഇനി അടുത്ത പിന്നെയും കടമെടുത്ത് നീ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ വേണമെന്ന് എന്നോട് ചോദിച്ചു. എന്നാലും ഞാനന്ന് തിരിച്ചു വന്നിട്ട് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും അന്ന് അതെടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ NHS പോയി ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ എന്നോട് ഒരു കെയർ ഹോം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ അവിടെ കയറാൻ പോവുകയാണ്, ഞാൻ എന്തായാലും ഇവിടെ റെസിഗ്നേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, വാക്കാ പറഞ്ഞാൽ പോരാ, ഒഫീഷ്യലി നീ റെസിഗ്നേഷൻ തരണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യലി റെസിഗ്നേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ വൈകിട്ട് പ്രാർത്ഥിച്ചപ്പം ഒരു കുർബാനയും കൊന്തയും ചൊല്ലി മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാതാവേ ഞാൻ എത്ര നാളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഞങ്ങൾ 2019 ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, അതിൻ്റെ അകത്തെല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്, പക്ഷേ നീ എല്ലാം തരുന്നുണ്ട്, ഒന്നും അനുഭവം ഇപ്പോൾ NHS ആണെങ്കിലും ഷോർട്ട് ലിസ്റ്റഡ് ആകുന്നുണ്ട്, പക്ഷേ ഒരിടത്തുനിന്ന് എനിക്ക് വിസ വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ നാളെ എൻ്റെ ഈ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ടെന്നുള്ളതിന് നാളെ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതുപോലെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റു, ലോങ് ഡേ ഷിഫ്റ്റാണ്. അപ്പോൾ ഹാൻഡ് ഓവറിന് കയറുന്നതിന് മുമ്പ് മാനേജർക്ക് പോയി റെസിഗ്നേഷൻ കൊടുത്തിട്ട് കയറാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ മമ്മിയെ വിളിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ഒരു 6:50 ആയപ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ എടുത്ത് നോക്കുമ്പോഴത്തേന് എനിക്ക് ആ ലണ്ടനിലെ NHS എനിക്കൊരു മെയിൽ വന്ന് കിടക്കുവാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ NHS എടുക്കാം, അടുത്ത 1-2 ദിവസത്തിനാവും ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഇട്ട് തരും, ഇപ്പോൾ നിൽക്കുന്ന ജോലിയിൽ നിന്ന് റെസിഗ്നേഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞാണ് അവിടെ വന്ന് നിന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായി, ഞാൻ തലേദിവസം പ്രാർത്ഥിച്ചത് എനിക്കൊരു അടയാളം കാണിച്ചു തരാനാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും അവിടുന്ന് വിസ കിട്ടുമെന്ന്. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി പ്രാർത്ഥന മുടക്കേണ്ട, മമ്മി തുടർന്ന് പ്രാർത്ഥിച്ചോ, എനിക്ക് അവിടുന്ന് ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്, അവർ ഓഫർ ലെറ്റർ അടുത്ത ദിവസം ഇട്ട് തരാമെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ആ കെയർ ഹോമിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പ്രോസസ്സ് നിർത്തി വെച്ചോ. അവരെന്നോട് പറഞ്ഞത് നവംബർ അവസാനം വന്ന് ജോയിൻ ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു, പ്രോസസ്സ് നിർത്തി വെച്ചോളൂ, എനിക്ക് അത്രയും പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ പറഞ്ഞ അത്ര. അപ്പോൾ ഇപ്പോൾ ഒരു NHS എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്, ഞാൻ അവിടെ എന്തായാലും ജോയിൻ ചെയ്യുക, ഇനിയിപ്പോൾ അത് നടന്നില്ലെങ്കിൽ നമുക്ക് ടൈം ഉണ്ടല്ലോ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ, അപ്പോൾ അന്നേരം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ പോയി എന്തായാലും എനിക്ക് അവരാദ്യം കണ്ടീഷൻ ഓഫർ ലെറ്റർ ഇട്ട് തന്നപ്പോൾ അതിൻ്റെ അകത്ത് ID ചെക്ക് നടത്താനുണ്ടായിരുന്നു. ആ ID ചെക്ക് നടത്തിയപ്പോഴത്തേന് അവരെനിക്കൊരു ലിങ്കാണ് ഇട്ട് തന്നത്. ആ ലിങ്കിൽ കൂടെ കയറി ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേന് എനിക്ക് അത് നടക്കുന്നില്ല. കാരണം നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ പാസ്പോർട്ടിന് NFC ഇല്ല, ബ്രിട്ടീഷ് പാസ്പോർട്ടിനാണ്. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തു, പക്ഷേ BRP ആണെങ്കിൽ ഇപ്പോൾ EVC ആക്കി. അപ്പോൾ എനിക്കൊരു രീതിയിലും